എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നുവോ, എവിടെ ശിരസ് ഉയർത്തിപ്പിടിക്കപ്പെടുന്നുവോ, എവിടെ വാക്കുകൾ സത്യത്തിന്റെ അഗാധതയിൽ നിന്ന് ജനിക്കുന്നുവോ, എവിടെ ഇടുങ്ങിയതും പ്രാദേശികവുമായ അതിർവരമ്പുകളാൽ നമ്മുടെ നാട് മുറിക്കപ്പെടാതിരിക്കുന്നുവോ, സ്വാതന്ത്ര്യത്തിന്റെ ആ സ്വർഗത്തിലേക്ക് എൻ്റെ നാടിനെ നയിക്കണേ നീ പിതാവേ എന്ന് ടാഗോർ. അറിവിന്റെ സ്വാതന്ത്ര്യ സ്വർഗത്തിലേക്ക്. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ആദരണീയനായ നോബൽ ഗൈഡ് ശ്രീ കാവാലം ശ്രീകുമാർ, നമ്മുടെ സഹയാത്രിക IT ഗൈഡ് നിമ്മി അരുൺഗോവൻ. പോയ ദിവസം അശ്വമേധം പൂർത്തിയാക്കിയപ്പോൾ വിജയകരമായ യാഗത്തിന്റെ സമ്പൂർണതയിൽ മലയാളിയുടെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ശ്രദ്ധേയമായ വ്യക്തിത്വമായ ശ്രീമതി ബിന്ദു കൃഷ്ണ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അശ്വമേധം കാണാറുണ്ടോ? പുതിയ അശ്വമേധം തുടങ്ങിയിട്ട് കാര്യമായി കാണാൻ കഴിഞ്ഞില്ല, 1-2 എപ്പിസോഡ് മാത്രം. തിരക്ക് ഒരുപാടുള്ളതല്ലേ? പക്ഷേ ആദ്യ അശ്വമേധം സമയത്ത് ഒന്നും ഇടാതെ കാണുമായിരുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? പ്രസ്ഥാനങ്ങൾ. താങ്കൾക്ക് ഏറ്റവും മാച്ച് ചെയ്യുന്ന ഒരു വിഷയം തന്നെ ലഭിക്കുകയും. ടോംസിനെ തന്നെയാണത്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ സമ്മാനം താങ്കൾക്ക് സ്വന്തം. യാഗം താങ്കൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് ശ്രീമതി ബിന്ദു കൃഷ്ണ അശ്വമേധത്തിൽ യജ്ഞത്തിലൂടെ കടക്കുകയാണ്. സ്വാഗതം മാം. ആ ബൗളിൽ നിന്നും ഒരു വിഷയം തിരഞ്ഞെടുക്കാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ ഓർമ്മിക്കണം പ്ലീസ്. ശ്രീമതി ബിന്ദു കൃഷ്ണ വിചാരിച്ച പേര് ജൂറി അംഗീകരിച്ചു കഴിയുമ്പോൾ അപ്പോൾ ആരംഭിക്കും വിജ്ഞാനത്തിന്റെ രാഷ്ട്രീയ യജ്ഞം. സോ അഗെയിൻ വീണ്ടും യജ്ഞത്തിലേക്ക്. ശ്രീമതി ബിന്ദു കൃഷ്ണ വിചാരിച്ച പേര് താങ്കൾ അംഗീകരിക്കുന്നു ശ്രീ കാവാലം ശ്രീകുമാർ? യെസ്, അപ്രൂവ്ഡ്. ആ വ്യക്തിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക്, എന്റെ ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ പറയാൻ ശ്രീമതി ബിന്ദു കൃഷ്ണയെ നിങ്ങളുടെ കമ്പ്യൂട്ടർ സഹായിക്കും നിമ്മി? യെസ്, തീർച്ചയായും. പ്ലീസ്. നമ്മൾ യജ്ഞത്തിലേക്ക് കടക്കുന്നു. പണ്ട് സ്ഥിരമായി ശ്രീമതി ബിന്ദു കൃഷ്ണ കണ്ടു പരിചയിച്ച പഴയ അശ്വമേധത്തിന്റെ വിപരീത സമസ്യയുടെ മേഖലയിലേക്ക്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 25,000 രൂപയുടെ ക്യാഷ് അവാർഡിന് വേണ്ടിയുള്ള ആദ്യ റൗണ്ട് ഒരു വ്യക്തിയെ കുറിച്ചാണ്. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ മിർ റിയൽറ്റേഴ്സിന്റെ 50,000 രൂപയ്ക്ക് വേണ്ടി ഒരു സംഭവം മനസ്സിലോർമ്മിക്കാം. മൂന്നാമത്തെ തവണ 1,00,000 രൂപയ്ക്ക് വേണ്ടി ഒരു സ്ഥലം മനസ്സിലോർമ്മിക്കാം. ആദ്യ റൗണ്ടിൽ താങ്കളുടെ വ്യക്തിയെയാണ് മനസ്സിലോർമ്മിച്ചത്. അതുപോകട്ടെ, പണ്ട് വ്യക്തി മാത്രമായിരുന്നു, ഇപ്പോൾ സംഭവവും സ്ഥലവുമെല്ലാം ഞങ്ങൾ കൂട്ടിച്ചേർത്തു. താങ്കൾ ഇതിനെ എങ്ങനെ വിലയിരുത്തും? തീർച്ചയായും അശ്വമേധം പരിപാടി കേരളീയ മനസ്സിൽ വലിയൊരു പ്രതീക്ഷ ഉണർത്തുന്ന പരിപാടിയാണ്. ബുദ്ധിയുടെ അളവുകോൽ, അറിവിൻ്റെ അളവുകോൽ, അതെല്ലാം തന്നെ അതിനൊരു ഊർജ്ജം മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ ഈ പരിപാടി വളരെയേറെ സഹായിക്കുന്നുണ്ട്. താങ്കളെപ്പോലെ ഇത്രയും ജീനിയസ് ആയിട്ടുള്ള ഒരു കേരളീയർ ഒന്നടങ്കം മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാം ആരാധിക്കുന്ന ഒരു വ്യക്തി നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെയേറെ സന്തോഷം. ശ്രീമതി ബിന്ദു കൃഷ്ണ നന്നായി പ്രസംഗിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസംഗ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ വലുതായിട്ടല്ല എങ്കിലും കോളേജിൽ പഠിക്കുമ്പോഴും LLBക്ക് പഠിക്കുമ്പോഴും പങ്കെടുക്കും. നന്നായി വായിക്കും. വായനയുടെ മേഖലയ്ക്ക് ഇപ്പോൾ കുറവാണെന്നാണ് എൻ്റെ പക്ഷം. ഇഷ്ടപ്പെട്ട റൈറ്റർ ആരാണ്? മലയാളത്തിൽ MT ആണ്. MT ചെറുപ്പം തൊട്ട് വായിച്ചു. MTയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി ഏതാണ്? മഞ്ഞാണോ കാലമാണോ? മഞ്ഞാണ്. ചെറുപ്പത്തിൽ വായിച്ച് പരിചയമുള്ള, ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ മായാതെ കിടക്കുന്ന ഒന്ന് തന്നെയാണ്. വരും, വരാതിരിക്കില്ല. എല്ലാ നല്ല കാലവും എല്ലാ നന്മയും എല്ലാവർക്കും വരും, വരാതിരിക്കില്ല. പിന്നീട് അതേ പേരിൽ വരും വരാതിരിക്കില്ല എന്ന പേരിൽ KG ശങ്കരപ്പിള്ള സാർ ഒരു കവിതയും വരും വരാതിരിക്കില്ല. നമുക്ക് ആരംഭിക്കാം. തീർച്ചയായും. മലയാളിക്ക് പ്രിയങ്കരിയായ, മലയാളിക്ക് പരിചിതയായ ശ്രീമതി ബിന്ദു കൃഷ്ണയോടൊപ്പം ഞാൻ ആരംഭിക്കുന്നു വിപരീത സമസ്യയുടെ ആദ്യ ചോദ്യത്തിലേക്ക്. താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ?
ഇല്ല. അല്ല. ഗുഡ്, അങ്ങനെ തന്നെ ആയിരിക്കണം. പെൺകരുത്തിനെക്കുറിച്ചും പെൺമനസ്സിനെക്കുറിച്ചും ഒരുപാട് സംസാരിക്കാറുള്ള താങ്കൾ ഈ വേദിയിൽ ഒരു പുരുഷനെ അല്ല വിചാരിക്കേണ്ടത്, ഒരു സ്ത്രീയെ തന്നെ ആയിരിക്കും. ഗുഡ്. ഇന്ത്യൻ അല്ല. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അതെ. രാഷ്ട്രീയം? അതെ. ഏഷ്യൻ? അതെ. സാർക്ക് രാജ്യങ്ങളിലൊന്നാണോ? അല്ല. അല്ല. ചൈന, ജപ്പാൻ, കൊറിയ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, മംഗോളിയ, കംബോഡിയ, വിയറ്റ്നാം, ഇതിലൊന്നിലാണോ? അല്ല. ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിലൊന്നാണ്. അല്ല. സിംഗപ്പൂർ? അല്ല. 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 സാർക്ക് രാജ്യങ്ങളിൽ പെടുന്നില്ല, ഇസ്ലാമിക രാജ്യങ്ങളിൽ പെടുന്നില്ല. ഒന്ന് വെരിഫൈ ചെയ്യണം. എന്റെ ഓർമ്മയിൽ സാർക്ക് രാജ്യങ്ങൾ പെടുന്നില്ല, എന്നാലും ഒരു സാർക്ക് രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ 7, ഇപ്പോ മ്യാൻമാറും അഫ്ഗാനിസ്ഥാനും 9 രാജ്യങ്ങൾ. അപ്പോൾ ഉണ്ട്. ഇപ്പോഴുള്ളതിലുണ്ട്. അപ്പൊ അതെനിക്കൊരു സൂചനയായല്ലോ. അയ്യോ, എന്റെ ഓർമ്മയിൽ പെടുന്നില്ല, ഇപ്പോഴുള്ളതിലുണ്ട്. അപ്പൊ ആദ്യത്തെ 7 ആ ഓർമ്മയില്ല. പിന്നെ അഫ്ഗാനിസ്ഥാനാണോ? പേടിയിൽ നിന്ന് മോചനമുണ്ടോ? ഫ്രീഡം ഫ്രം ഫിയർ? ഫ്രീഡം ഫ്രം ഫിയർ. നീണ്ട വർഷങ്ങളുടെ ഏകാന്തവാസം അനുഭവിച്ചോ ആ വ്യക്തി? തീർച്ചയായും. അവർ ഫ്രീഡം ഫ്രം ഫിയർ എഴുതി. ലോക മനസാക്ഷിയുടെ ഹൃദയത്തിൽ ഒരു ശക്തമായ ശബ്ദമായി, ഒരു അശനിപാതമായി അവരുടെ തടങ്കൽ കഴിഞ്ഞപ്പോഴും മ്യാൻമാറിലെ അല്ലെങ്കിൽ പഴയ ബർമയിലെ മനുഷ്യഹൃദയങ്ങളിൽ, കാരിരുമ്പ് പോലുള്ള മനുഷ്യഹൃദയങ്ങളിൽ ആരുടെയും രോദനങ്ങൾ പതിച്ചില്ല. പക്ഷെ ജനങ്ങളുടെ, ആ നാട്ടിലെ മനസ്സിന്റെ അംഗീകാരം അവരെ മാത്രം തേടിയത്. ആ നാട്ടിലും മറുനാട്ടിലും മറുനാട്ടിലുള്ള ജനങ്ങൾ അതിനു മുമ്പ് വർഷങ്ങൾക്ക് കൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞു, ഇല്ല, ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾ ഇത് അനുവദിക്കില്ല. അല്ലേ? ആങ് സാങ് സൂചിയെ തന്നെയല്ലേ വിചാരിച്ചത്? ശ്രീമതി ബിന്ദുകൃഷ്ണ, എനിക്ക് താങ്കളോട് കൂടുതൽ ബഹുമാനം തോന്നുന്നു. കാരണം താങ്കളെപ്പോലെ രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വ്യക്തികളിൽ ഒന്ന് ആങ് സാങ് സൂചിയാണ്. ആങ് സാങ് സൂചിയെ പോലെ, മണ്ടേലയെ പോലെ വളരെ അപൂർവം ചിലരാണ് ഈ ലോക രാഷ്ട്രീയ രംഗത്തിൽ 100% കറപുരളാതെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയുന്ന വ്യക്തിത്വം. ഇന്ത്യയിലുമുണ്ട് ഒരു ആങ് സാങ് സൂചി. മണിപ്പൂരിൽ ജീവിക്കുന്നു ഇപ്പോൾ ഇറോം ഷാ. ആങ് സാങ് സൂചി 1945 ജൂൺ 19 ബർമയിലെ റംഗൂണിൽ സ്വാതന്ത്ര്യസമര നായകൻ ജനറൽ ആങ് സാൻ റേയുടെയും മാക് ഇൻജിയുടെയും മകളായി ജനിച്ചു. ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിൽ 1989 ജൂലൈ 20 മുതൽ വിവിധ കാലയളവുകളിലായി 15 വർഷം വീട്ടുതടങ്കലിൽ കഴിഞ്ഞു. 1988 സെപ്റ്റംബർ 27 സൈനിക ഭരണകൂടത്തിനെതിരായി നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്ന മുന്നണി സ്ഥാപിച്ചു. 1990 തെരഞ്ഞെടുപ്പിൽ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചുവെങ്കിലും ഭരണം ലഭിച്ചില്ല. അന്താരാഷ്ട്ര പ്രാധാന്യം ലഭിച്ച ഈ സംഭവം 1991 സൂചിയെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാക്കി. താങ്കളുടെ വിലയേറിയ സമയം അശ്വമേധത്തിന്റെ 2 രാവുകൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈ പേര് കണ്ടുപിടിച്ചതിൽ വിഷമമുണ്ടോ? അയ്യോ, ഇല്ലില്ല, സന്തോഷമാണ്. ആ പേര് എപ്പോഴും പെട്ടെന്ന് പറയുന്നതിൽ സന്തോഷം. നിമി, പ്ലീസ്. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം, അശ്വോപഹാരം. ഇത് മിർ റിയൽറ്റേഴ്സ് താങ്കൾക്ക് നൽകുന്ന ക്യാഷാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മൾ തമ്മിൽ ഒരല്പം ചെറിയ സംവാദങ്ങളും ചെറിയ തർക്കങ്ങളും ഒക്കെ ഉണ്ടായി. ഇത്തരം വളരെ പോസിറ്റീവായ തർക്കങ്ങളിലൂടെ തന്നെ ആകണം എല്ലാ കാര്യത്തിലും ശരിയായ അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടേണ്ടത്. ഇന്ന് താങ്കളുമായി വളരെ മനോഹരമായ അറിവിൻ്റെ കുറച്ച് നിമിഷങ്ങൾ, ചിന്തകൾ പങ്കുവയ്ക്കാൻ കഴിയും. വളരെയധികം സന്തോഷം. ശ്രീമതി ബിന്ദുകൃഷ്ണ കഴിഞ്ഞ ദിവസവും ഈ ദിവസവുമായി പ്രേക്ഷകരുടെ മുന്നിൽ അശ്വമേധത്തിൻ്റെ ഈ അടർക്കളത്തിൽ
സഹയാത്രികയായി സഞ്ചരിക്കുകയാണ് ചെയ്തത്. അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന് എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം പ്രേക്ഷകരോട് ഈ ദിവസത്തേക്കുള്ള ആദ്യത്തെ സൂചന. കൊട്ടാല പാലസ്. ശ്രീമതി ബിന്ദു കൃഷ്ണ അവശേഷിപ്പിച്ച അശ്വമേധത്തിന്റെ ഈ മത്സര വേദിയിലേക്ക് ഇനി എത്തുന്നതാര് എന്ന് നമുക്ക് നോക്കാം. ഹായ് വ്യൂവേഴ്സ്, എൻ്റെ പേര് ശബരീഷ്. ഞാൻ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് നിന്ന് വരും. ഞാൻ PG ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് മെയിൻസ് എക്സാംസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സൺഡേയ്സും ഞാൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഫൗണ്ടേഷൻ കോഴ്സ് +1 +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് RPM HSS പനങ്ങാട്ടിയിൽ കൊല്ലങ്കോട് ഞാൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഹോബീസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ലവ് ലെറ്റർ സ്പെഷ്യലിസ്റ്റ്, അതാണ് എന്നെ കോളേജിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന പേര്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതോ പ്രണയിക്കുന്നവരെ ഒന്നിപ്പിക്കുക, അതിൽ നിന്നുള്ള സാഫല്യം, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി. അശ്വമേധത്തിൻ്റെ ഇൻ്റലക്ച്വൽ ബ്രെയിൻ ഗെയിമിൻ്റെ ഓഡിഷന് ഞാൻ പങ്കെടുത്തത് പാലക്കാടല്ല, ട്രിവാൻഡ്രത്തായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ പാലക്കാട് പങ്കെടുക്കാത്തത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലവ് മാറ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂരായിരുന്നു. അതൊരുമാതിരി ശരിയായി വന്നപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. ലവ് ലെറ്റർ സ്പെഷ്യലിസ്റ്റ് ആണ് എൻ്റെ ഹോബി എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? മറ്റൊരു ഹോബി, എൻ്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ അമ്പയർ ആവുക എന്നുള്ളതാണ്. ഞാൻ KCAയുടെ ടെസ്റ്റ് എഴുതുന്നുണ്ട്, പക്ഷെ വളരെ ടഫാണ് ആ ടെസ്റ്റ്. അശ്വമേധം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. അതുമാത്രമല്ല, നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്കുണ്ടാവും. ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. മൈ സിസ്റ്റർ, മൈ എൽഡർ സിസ്റ്റർ, ബ്രദർ ഇൻ ലോ, എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും സപ്പോർട്ട് ഉണ്ട് എനിക്ക് ഈ പ്രോഗ്രാമിലേക്ക് വരുവാൻ. സോ ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാരിൽ ഒരാളാണ് GS പ്രദീപ് സർ. അദ്ദേഹത്തെ മുട്ടുകുത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, വിന്നേഴ്സ് നെവർ ക്വിറ്റ് ആൻഡ് ക്വിറ്റേഴ്സ് നെവർ വിൻ. So that is Mr. Sabarish. Sabarish, Yes sir. all the best. Thank you sir. ബൗളിൽ നിന്നൊരു വിഷയം തിരഞ്ഞെടുത്ത് നമുക്ക് യാഗമാരം. Yes sir. ബൈബിൾ ആണ് വിഷയം അല്ലേ? ശബരീഷ്, യേശുക്രിസ്തുവിന് പകരം മോചിപ്പിക്കപ്പെട്ട കുറ്റവാളി ബറാബാസാണ്. എൻ്റെ വാചകം ശരിയോ തെറ്റോ? ആക്ച്വലി എനിക്ക് ഈ ക്വസ്റ്റിനെ കുറിച്ച് ഐഡിയ ഇല്ല. സ്റ്റിൽ ഐ ഹാവ് ടു സേ ആൻ ആൻസർ. യെസ്. ശരി എന്ന ശബരീഷിന്റെ ഉത്തരം 100% ശരിയാണ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1000 രൂപയുടെ ക്യാഷ് അവാർഡ് ശബരീഷിന് സ്വന്തം. അത് തിരികെ നിക്ഷേപിക്കാം. താങ്ക് യു. ആനിമൽസ്, മൃഗങ്ങൾ. ശരി, തിരികെ കിട്ടും. 2013 ഒക്ടോബർ മാസത്തിൽ ഭാരതത്തിൻ്റെ പാരമ്പര്യ മൃഗമായി പ്രഖ്യാപിച്ചത് എന്തിനെയാണ്? രണ്ടുത്തരങ്ങൾ: ആന, കടുവ. എലിഫന്റ്. ആന ശരിയായ ഉത്തരം. ശബരീഷ്, കൺഗ്രാറ്റുലേഷൻസ്. 2500 rupees from Mir Realtors. Move to the next board. മെറ്റൽ, ലോഹം. ശരി. ഏത് ലോഹത്തിന്റെ അയിരാണ് ഹേമറ്റൈറ്റ്? അയൺ ശരിയായ ഉത്തരം. വിത്തൗട്ട് ചോയ്സസ് യു മേഡ് ഇറ്റ് ശബരീഷ്. വെൽ ഡൺ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപ ശബരീഷിന് സ്വന്തം. ഇനി ഒരേ ഒരു ചെറിയ കടമ്പ, ഒരു കാഴ്ച കടമ്പ. ആ പുരുഷനെ മനസ്സിലായില്ലേ? പുരുഷൻ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനോട് അടുത്ത് നിൽക്കുന്ന സ്ത്രീ ആരാണ്? വിശ്വപ്രസിദ്ധയായ ആ സ്ത്രീ. ആ ചിത്രം കണ്ടാൽ ആർക്കും പറയാൻ കഴിയും ആ സ്ത്രീ ആരാണെന്ന്. അവരെ അവരുടെ അധ്യാപികയുടെ അടുത്തേക്ക് അയക്കുകയാണ് ആ പുരുഷൻ ചെയ്യുന്നത്. Is it Helen Keller? It is Helen Keller, Sabarish. Congratulations. Mir Realtors നൽകുന്ന 10000 രൂപയുടെ ക്യാഷ് അവാർഡ് ശബരീഷിന് സ്വന്തം. വെൽ ഡൺ ശബരീഷ്. Thank you. ശബരീഷിന്റെ ആദ്യ റൗണ്ടിലെ വിജയം കാവ്യനീതിയാണ്, പൊയറ്റിക് ജസ്റ്റിസ് ആണ്, വിജ്ഞാനത്തിന്റെ വിജയം കൂടിയാണ്. ശബരീഷിന്റെ ഇനിയുള്ള തീരുമാനം എന്ത് എന്നറിയാൻ ആകാംക്ഷയുണ്ട്.
പക്ഷെ പ്രേക്ഷകരുടെ ആകാംക്ഷ കൂടുതൽ മുൾമുനയിൽ നിൽക്കുന്നത് എൻ്റെ രണ്ടാമത്തെ സൂചനയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ രണ്ടാമത്തെ സൂചന പ്രവാസപൂർണമായ ജീവിതം ആ ദേശീയ നേതാവിൻ്റേത്. പാലക്കാട് നിന്നെത്തിയ ശബരീഷ് യാഗം വിജയകരമായി വളരെ ബ്രില്യൻ്റായി പൂർത്തിയാക്കി. ശബരീഷ് യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ എന്നറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. യെസ് ഓർ നോ, ലെറ്റ്സ് സീ. Yes is the sign and Sabarish walk in. Hi Sabarish. Thank you, sir. Sabarish, Yes, sir. യജ്ഞത്തിലെത്തി നിൽക്കുന്നു. Yes, sir. You can pick a lot from the bowl. Yes, sir. ആ മേഖലയിൽ നിന്നും ഒരാളിന്റെ പേര് മനസ്സിലോർക്കാൻ കഴിയുമോ ശബരീഷ്? Yes. Please proceed to the thank you. ശബരീഷ് മനസ്സിലോർമ്മിച്ച പേര് ജൂറി അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആരംഭിക്കും വിപരീത സമസ്യയുടെ ശബരിപീഠം യജ്ഞം. ഓൾ ദ ബെസ്റ്റ് ശബരീഷ്. Thank you, sir. ഹെലൻ കെല്ലർ കണ്ടുപിടിച്ചതെല്ലാം വളരെ മനോഹരമായിരുന്നു. Thank you. ശബരീഷ് വിചാരിച്ച പേര് ഇസ് ഇറ്റ് അപ്രൂവ്ഡ് സർ? Yes. ആൻഡ് യു ആർ റെഡി ടു ഹെൽപ്പ് ഹിം? Yes. പ്ലീസ് ടേക്ക് യുവർ സീറ്റ് ശബരീഷ്. Thank you, sir. ശബരീഷ്, Yes, sir. യജ്ഞത്തിലെ ആദ്യ റൗണ്ട് Yes, sir. മിർ റിയൽട്ടേഴ്സ് നൽകുന്ന 25,000 രൂപയുടെ ക്യാഷ് അവാർഡ്. Yes, sir. എനിക്ക് 18 ചോദ്യങ്ങൾ, ശബരീഷിന് 6 ലൈഫ് ലൈനുകൾ. 6 തവണ ശബരീഷിന് ഉത്തരം പറയാൻ കമ്പ്യൂട്ടർ സഹായിക്കും. പിന്നെ ശബരീഷിന്റെ മറ്റ് ഹോബികൾ എന്തൊക്കെയാണ്? പാട്ട് പാടുമല്ലേ? ഇല്ല, സർ. പിന്നെ ആക്ച്വലി ഹോബീസ് ലവ് ലെറ്റർ സ്പെഷ്യലിസ്റ്റ് ആണ്. ലവ് ലെറ്റർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഒരു പ്രണയലേഖനം പറയൂ, കേൾക്കട്ടെ. സർ, എങ്കിൽ ഞാനൊരു കാര്യം പറയാം. Sir. ശബരീഷ് ഒരു പ്രണയലേഖനം പറയുമെങ്കിൽ ഞാൻ പണ്ടൊരു പെൺകുട്ടിക്ക് എഴുതി കൊടുത്ത പ്രണയലേഖനം ഞാനും പറയാം. പെട്ടെന്ന് സാറിന്റെ മുന്നിലിരിക്കുമ്പോൾ ഒരു നെർവസ്നെസ് ഓർമ്മ വരുന്നില്ല. ദാ നിമ്മിയെ നോക്കി ഒരു പ്രണയലേഖനം പറയും. ധൈര്യമായി പറഞ്ഞോളൂ. ആക്ച്വലി ടേക്സ് ടൈം. ടേക്സ് ടൈം? അപ്പൊ പിന്നെ എങ്ങനെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും? സ്പെഷ്യലിസ്റ്റ് ഷുഡ് നോട്ട് ടേക്ക് ടൈം. പ്രിസൈസ് ആൻഡ് അക്യൂറസി വേണമല്ലോ സർ ഈ ഒരു കാര്യത്തിൽ. എന്നാൽ ഞാനൊരു പ്രണയലേഖനം, സർ, ഞാനൊരു പെൺകുട്ടിക്ക് എഴുതി കൊടുത്ത പ്രണയലേഖനം. അവളിപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണിപ്പോൾ. അവൾക്ക് ഞാൻ എഴുതി കൊടുത്തത് ഇതാണ്: നിനക്കുള്ള ഭാണ്ഡക്കെട്ടിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒന്നവിടെ കിടപ്പുണ്ട്. ദയവ് ചെയ്ത് തിരികെ എടുത്ത് എനിക്ക് തപാലിൽ അയച്ചു തരണം. തപാലിൽ അയക്കുന്നതിന് മുൻപ് നീ അത് ഭദ്രമായി പൊതിയണം. അത് കേടുപാടുകൾ പറ്റാതെ സൂക്ഷിക്കുകയും വേണം. കാരണം പ്രിയപ്പെട്ടവളെ, നിന്റെ അരികിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ഹൃദയമാണ്. പ്രണയമില്ലാതെ എന്ത് ആരും പറയാതെയുള്ള ഒരു സന്തോഷപൂർണമായൊരു കരഘോഷമല്ല. എല്ലാവരുടെയും മനസ്സിൽ പ്രണയമുണ്ട്. അതെ, മനുഷ്യരോട് മാത്രമല്ല, പ്രകൃതിയോട്, പുഴകളോട്, അറിവിനോട്, പുസ്തകത്തിനോട്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് എന്തിനാണെന്നറിയോ? അറിവിനോട്. ഈ കുതിരയെ. ആ കുതിരയെ പ്രണയിച്ചുകൊണ്ട്, ആ പ്രണയം നിലനിർത്തിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു ശബരീഷിനോടുള്ള വിപരീത സമസ്യയിലെ എൻ്റെ ആദ്യത്തെ ചോദ്യം. പുരുഷൻ അല്ല. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ Yes. യെസ്. ഉണ്ട്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാസ് എ ലൈഫ് ലൈൻ. Yeah. സോ ഹിയർ ഇസ് മൈ സെക്കൻഡ് ക്വസ്റ്റ്യൻ അഗൈൻ. അപ്പോൾ പിന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ എന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള സംശയം വരേണ്ട കാര്യമില്ലല്ലോ ശബരീഷൻ. ഇന്ത്യൻ? നോ. അല്ല. ഏഷ്യൻ? അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? അതെ. USA? യെസ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അതെ. രാഷ്ട്രീയം? അല്ല. സാഹിത്യം? അതെ. ചെറുകഥയോ നോവലോ ആണോ പ്രധാനപ്പെട്ട രചന? അല്ല. കവിത? അല്ല. നാടകം? അല്ല. സാഹിത്യം തന്നെയാണ്, ലിറ്ററേച്ചർ തന്നെയാണ്.
ഹാസ്യ സാഹിത്യം, സറ്റയർ? അല്ല. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ? അല്ല. വിമർശന സാഹിത്യം, എസ്സേയിസ്റ്റ്? അല്ല. അപസർപ്പക സാഹിത്യം, അഡ്വഞ്ചറസ് ലിറ്ററേച്ചർ? അപസർപ്പക സാഹിത്യം എന്ന് പറഞ്ഞാൽ ക്രൈം ഫിക്ഷൻ, ഡിറ്റക്റ്റീവ് റൈറ്റിംഗ്സ്? അല്ല. ക്രൈം ഫിക്ഷൻ, ഡിറ്റക്റ്റീവ് റൈറ്റിംഗ്സ്. മറ്റേത് അഡ്വഞ്ചറസ് റൈറ്റിംഗ്, അഡ്വഞ്ചറസ് ലിറ്ററേച്ചർ, സാഹസിക സാഹിത്യം എന്ന് പറയും. സാഹസികതയെക്കുറിച്ച് എഴുതുന്നത് അതല്ലല്ലോ. യെസ്. ഡിറ്റക്റ്റീവ് ക്രൈം ഫിക്ഷൻ അല്ല. ഇത് രണ്ടിലും ആണ്. ഒരു തരത്തിലും ഫിക്ഷൻ അല്ല. അപ്പോൾ സാഹസികത തന്നെയാണ് അവരുടെ, അഡ്വഞ്ചർ തന്നെയാണ് അവരുടെ പ്രധാന രചന രീതി, അല്ലേ? അതെ. സാഹിത്യത്തിനുപരിയായി സോഷ്യൽ ആക്ടിവിറ്റീസിൽ, സാമൂഹ്യ ഇടപെടലുകളിലൂടെ പ്രശസ്തി നേടിയിട്ടുണ്ടോ അവർ? ഇല്ല. Any part of her name starts with C or M? No. കാത്തറിന്റെ സിയും ഇല്ല, മാർഗരറ്റിന്റെ എമ്മും ഇല്ല. ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നു. അതെ. ആ ചോദ്യം കൂടി ചോദിച്ചാലും താങ്കളുടെ മനസ്സിലുള്ള വ്യക്തിയെ കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ സബീഷ്. You have won ₹25,000 from Mir Realtors. പറയൂ, ആരെയാ വിചാരിച്ചു? എലിസബത്ത് ഹൗളി. അമേരിക്കനാണ്. ലൈക്ക് ഹിമാലയത്തെ ഇത്ര അധികം സ്നേഹിച്ച ഒരു വ്യക്തിയില്ല. ഹിമാലയത്തിൻ്റെ ഒരു ഷി വാസ് വർക്കിംഗ് ആസ് എ ജേർണലിസ്റ്റ്. പക്ഷേ ഹിമാലയം കാണാനായിട്ട് വന്നതാണ്. പക്ഷെ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. ഐ മീൻ ഷി റോട്ട് ക്രോണിക്കിൾസ് ഓഫ് ഹിമാലയാസ്. ഏറ്റവും കൂടുതൽ ലിറ്ററേച്ചറാണോ അത്? ക്രോണിക്കിൾസ്, ഹിമാലയൻ ക്രോണിക്കിൾസ് ആണ് അവർ എഴുതിയിട്ടുള്ളത്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലിറ്ററേച്ചർ. ഐ മീൻ ഇസ് ഇറ്റ് ദ പാർട്ട് ഓഫ് ലിറ്ററേച്ചർ? യെസ്. ഷി റോട്ട് ബുക്സ് ഓൺ ഹിമാലയ. ഐ മീൻ ഹിമാലയൻ എക്സ്പെഡിഷന് വരുന്നവർ, മൗണ്ടനിയേഴ്സ് ആധികാരികമായിട്ട് റെഫർ ചെയ്യുന്നത് എലിസബത്ത് ഹൗളി എഴുതിയ ബുക്സാണ്. ഗുഡ്. എലിസബത്ത് ഹൗളി. യെസ്. പർവ്വതാരോഹകരുടെ റെഫറൻസ് ഗ്രന്ഥം എഴുതുന്നവർ, റെഫറൻസ് ടെക്സ്റ്റ് രചിച്ചവർ, വളരെയധികം ജിയോഗ്രഫിക്കലായ അനാലിസിസുകൾ അതിനെക്കുറിച്ച് നടത്തിയത്, അവിടുത്തെ വളവുകളെയും തിരിവുകളെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്, അവിടുത്തെ അപകടങ്ങളെക്കുറിച്ചും ചുഴികളെക്കുറിച്ചും പറഞ്ഞത്, അപകടത്തിൽ പെട്ടുപോയവരുടെ എണ്ണത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ചത്, അല്ലേ? അതെ. Good. Very good. Congratulations, Mr. Shabarish. Once again, that was a very good selection from your part. എലിസബത്ത് ഹൗളി, മുൻ അമേരിക്കൻ ജേർണലിസ്റ്റ്, ഹിമാലയൻ പർവ്വതാരോഹണത്തെക്കുറിച്ച് ജേർണലുകൾ എഴുതി. 1960-ൽ അമേരിക്കയിൽ നിന്ന് നേപ്പാളിലേക്ക് സഞ്ചരിച്ചു. ന്യൂയോർക്കിലെ ഫോർച്യൂൺ മാഗസിന് വേണ്ടി നേപ്പാളിൽ റിസർച്ചറായി ജോലി ചെയ്തു. 1963-ൽ റോയിട്ടേഴ്സ് ന്യൂസ് ഏജൻസിക്ക് വേണ്ടി പർവ്വതാരോഹണത്തെക്കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. എലിസബത്ത് ഹൗളിങ്ങിനെ മനസ്സിൽ വിചാരിച്ച് ശബരീഷ് ആദ്യ റൗണ്ടിൽ വിജയം കൈവരിച്ചു.
യജ്ഞത്തിന്റെ 2ാം റൗണ്ടിൽ ശബരീഷ് വിചാരിക്കേണ്ടത് ഒരു സംഭവമാണ്. പ്രേക്ഷകർക്കുള്ള എൻ്റെ ഈ ദിവസത്തെ അവസാനത്തെ സൂചന ഇതാണ്: ആത്മീയ ചൈതന്യം. ഓൾ ദി ബെസ്റ്റ് ഇൻ ദ സെക്കൻഡ് റൗണ്ട്. താങ്ക് യു സർ. ശബരീഷ് ഇക്കുറി വിചാരിച്ച സംഭവം ജൂറി അപ്രൂവ് ചെയ്യുന്നു. യെസ്. ആൻഡ് യു ആർ റെഡി ടു ഹെൽപ്പ് ഹിം. പ്ലീസ്. താങ്ക് യു. 2ാം റൗണ്ടിൽ ശബരീഷ് ഇടവേളയിൽ ബൗളിൽ നിന്നൊരു വിഷയമെടുത്തു, ഒരു സംഭവം മനസ്സിലോർത്തു, അത് ജൂറി അപ്രൂവ് ചെയ്യുകയും ചെയ്തു. Yes. മിർ റിയൽറ്റേഴ്സിന്റെ 50,000 രൂപയ്ക്ക് വേണ്ടിയുള്ള മത്സരത്തിലാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കോൺഫിഡൻ്റ് ആണല്ലോ? സംവാട്ട്. സംവാട്ട്. ഒരു നല്ല സംഭവമാണ്. അല്ല. അല്ല. ഇന്ത്യയിൽ നടന്ന സംഭവം. അല്ല. ഏഷ്യയിൽ നടന്ന സംഭവം. അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നടന്ന സംഭവം. അതെ. USA നടന്ന സംഭവം. അല്ല. അല്ല. ആയിരത്തി 1900 ശേഷം നടന്ന സംഭവം. അതെ. ആരുടെയെങ്കിലും മരണമോ കൊലപാതകമോ ആണോ സംഭവം? അല്ല. ഒരു പ്രകൃതി ദുരന്തമാണോ സംഭവം? അല്ല. കായിക രംഗവുമായി ബന്ധമുണ്ടോ സംഭവം? നോ. ഇല്ല. ഇല്ല. ഒരു പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ആണോ സംഭവം? അല്ല. രാഷ്ട്രീയ പ്രവർത്തനമല്ല. അല്ല. ആ സംഭവത്തിൽ ആരും മരിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു അല്ലേ? അതെ. മോശമായ ഒരു സംഭവം തന്നെയാണ്. 100% ഉറപ്പാണ്. ഉറപ്പാണ്. അർജന്റീന, ബ്രസീൽ, ക്യൂബ, ചിലി ഈ രാജ്യങ്ങളിൽ ഒന്നിലാണോ ഈ സംഭവം നടന്നത്? അതെ. അർജന്റീന? അല്ല. ക്യൂബ? അല്ല. ചിലിയിലാണോ? അല്ല. ആ സംഭവത്തിൽ ഒരു കുട്ടി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു? നോ. റിലീജിയസ് ആയ മതപരമായ ഒരു സംഭവമാണ്? അല്ല. വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ട സംഭവമാണ്? വ്യാപാര മേഖലയുമായോ വ്യാവസായിക മേഖലയുമായോ? അതെ. അതെ. The collapse of a great organization, ഏതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളുടെ തകർച്ച ആണോ മനസ്സിൽ?
അല്ല. അല്ല. വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ തകർച്ചയല്ല മനസ്സിൽ. സ്ഥാപനമായി ബന്ധമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ തകർച്ച എന്ന് പറയാൻ പറ്റില്ല. ഇല്ല. റിയോ ഡി ജനീറോയിലാണോ ഈ സംഭവം നടന്നത്? അല്ല. അല്ല. പറഞ്ഞോളൂ ശബരീഷ്. കൺഗ്രാറ്റുലേഷൻസ്. ബാങ്കോ സെൻട്രൽ ബഗ്ലറി അറ്റ് ഫോർട്ടിലൈസ, ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് റോബറീസിലൊന്ന്. 160 റോണി ബിഗ്സ്, ലോക പ്രശസ്ത കള്ളനായ റോണി ബിഗ്സ് നടത്തിയ ബാങ്ക് ഓഫ് സെൻട്രലിന്റെ റോബറി. റോണി ബിഗ്സിന്റെ ബാങ്ക് ഓഫ് സെൻട്രൽ റോബറി അധികരിച്ച് പിന്നീട് 10,000-കണക്കിന് സിനിമകൾ വരെ വന്നു. ഒരു കെട്ടിടത്തിൽ താമസിച്ചിട്ട് അവിടെ നിന്ന് കുഴിയെടുത്ത് അതുവഴി തുരങ്കം ഉണ്ടാക്കി മറ്റൊരു ബാങ്കിലേക്ക് പോയ റോണി ബിഗ്സിന്റെ റോബറി. ഫോർട്ട്ലേസയിൽ നടന്ന ബാങ്കോ സെൻട്രൽ കവർച്ച. 2005 ആഗസ്റ്റ് 6-ന് ഒരു സംഘം കവർച്ചക്കാർ ബാങ്കോ സെൻട്രലിലെ ഫോർട്ട്ലേസയിലെ ബ്രാഞ്ചിൽ തുരങ്കം വെച്ച് കവർച്ച നടത്തി. ഏകദേശം $71.6 മില്യൺ വിലമതിക്കുന്ന ബ്രസീലിയൻ കറൻസി മോഷ്ടിക്കുകയും ചെയ്തു. ഇതിന് ഏകദേശം 3.5 ടൺ ഭാരമുണ്ടായിരുന്നു. കവർച്ചക്കാർ കവർച്ചയ്ക്ക് 3 മാസങ്ങൾക്ക് മുൻപ് നഗരത്തിന് മധ്യഭാഗത്തായൊരു ഭൂവസ്തു വാടകയ്ക്കെടുക്കുകയും 78 മീറ്ററോളം നീളം വരുന്ന ഒരു തുരങ്കം ബാങ്കിലേക്ക് കുഴിക്കുകയും ചെയ്താണ് കവർച്ച നടത്തിയത്. സാർക്ക് ഇത് അറിയാവുന്ന എനിക്ക് ഉറപ്പായിരുന്നു, പക്ഷേ ലക്ക് വാസ് ഇൻ മൈ പാർട്ട്. വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ സർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്താ ഷുവർ ആയിരുന്നു സാർ അത് പറയുന്നു. സത്യത്തിൽ ഈ മോശമായ സംഭവങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മോഷണം ഇതുവരെ ചോദിച്ചിട്ടേ ഇല്ല. റോണി ബിഗ്സിന്റെ റോബറി, ബാങ്ക് ഓഫ് സെൻട്രൽ റോബറി, ദ മോസ്റ്റ് ലുക്രേറ്റീവ് റോബറി ഇൻ ദ വേൾഡ്. യെസ്, ഞാൻ പറയേണ്ടതായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ശബരീഷ്, യു ഹാവ് ₹150,000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. ഒപ്പം 3ാം റൗണ്ടിലേക്കുള്ള പ്രവേശന യോഗ്യത, അതിനോടൊപ്പം തന്നെ മിർ റിയൽറ്റേഴ്സിന്റെ ഒരു റിസോർട്ടിൽ ഒരു ദിവസം താമസിക്കാനുള്ള സൗകര്യം. റോണി ബിഗ്സിന്റെ ബാങ്ക് ഓഫ് സെൻട്രൽ റോബറി പറയാതെ പോയതൊരു വലിയ തെറ്റാണ്. കാരണം റോണി ബിഗ്സ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന മോഷ്ടാവ്. റോണി ബിഗ്സിന് വേണ്ടി ജയിലിൽ കിടന്നപ്പോൾ ട്രയലില്ലാതെ അദ്ദേഹത്തെ ദശാബ്ദങ്ങളോളം കിടത്തിയതിന്റെ ഭാഗമായി ലണ്ടനിലെ തെരുവീഥികളിൽ ജനക്കൂട്ടം പ്രകടനം നടത്തി റോണി ബിഗ്സിനെ കുറിച്ച് പറയുമ്പോൾ റെഡ് ലൈറ്റ് വീണു. ഒരു മോഷ്ടാവിനെ കുറിച്ച് അധികമൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാകാം സമയം ദിശാസൂചകമായി. ശബരീഷ്, ഈ ദിവസത്തെ അശ്വമേധയാത്ര ശബരീഷുമായി ഇവിടെ അവസാനിക്കുന്നു. നാളെ അശ്വമേധം ആരംഭിക്കുമ്പോൾ എന്നോടൊപ്പം ഈ അശ്വമേധത്തിന്റെ വേദിയിൽ യജ്ഞത്തിലെ 3ാം റൗണ്ടുമായി പാലക്കാട്ട് നിന്നെത്തിയ ഊർജ്ജസ്വലനായ ഈ മത്സരാർത്ഥി മിസ്റ്റർ ശബരീഷ് ഉണ്ടാകും എന്ന് തീർച്ച. പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞ സൂചനകൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടി ഇനി 1 മണിക്കൂർ സമയം കൂടി നിങ്ങളുടെ മുന്നിൽ അവശേഷിക്കും. പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ സൂചനകൾ ഒരിക്കൽ കൂടി. സൂചന 1, പൊട്ടാല പാലസ്. സൂചന 2, പ്രവാസപൂർണമായ ജീവിതം ആ ദേശീയ നേതാവിന്റേത്. സൂചന 3, ആത്മീയ ചൈതന്യം. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോർമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള സൂചനകളുടെ ഉത്തരം ONV കുറിപ്പ്. ഈ അധ്യായം ഞാൻ ആരംഭിച്ചത് എവിടെയാണ് മനസ്സ് നിർഭയമായിരിക്കുന്നത്, എവിടെയാണ് ശിരസുയർത്തിപ്പിടിക്കപ്പെടുന്നത് എന്ന ടാഗോറിന്റെ വരികൾ പറഞ്ഞുകൊണ്ടാണ്. ചിലരെങ്കിലും മനസ്സിൽ വിചാരിച്ചു, അതിനെ മനോഹരമായി മൊഴിമാറ്റം ചെയ്തിട്ടില്ലേ ജി ശങ്കരക്കുറുപ്പ്, ഒന്ന് പാടിക്കൂടെ എന്ന്. എനിക്ക് പാടാൻ അറിയില്ലല്ലോ, എങ്കിലും നമുക്ക് കേൾക്കാം. ശ്രീകാവാലം ശ്രീകുമാർ, പ്ലീസ്. എവിടെ മനം ഭയരഹിതം, എവിടെ ശിരസ്സു സമുന്നതം, വിജ്ഞാനം
സ്വതന്ത്രമാകുവതെവിടെ എവിടെ എവിടെ? എവിടെ എന്ന ചോദ്യത്തിന് ഇവിടെ എന്ന് ഉറപ്പിച്ചു പറയുന്നില്ല. എങ്കിലും വിജ്ഞാനം സ്വതന്ത്രമാകുന്ന ഒരിടമാണ് ഇവിടം. ശുഭരാത്രി ഫ്രം GS.